ഇന്ന് രാത്രിയിൽ ദൈവ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എളിയവനായ എനിക്ക് അവസരം നൽകിയത് ഓർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സുവിശേഷ യോഗങ്ങളിൽ തിരുവചനം ശുശ്രൂഷിപ്പാനായി എന്നെ ക്ഷണിച്ച ഷാർജ ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചിനോടും വിശിഷ്യ എൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജോയ് ജോർജ് അവരുകളോടുമുള്ള ഹൃദയാംഗമായി നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും യോഗങ്ങളിൽ സഹകരിച്ച എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 8 വയസ്സുള്ള ഒരു ബാലകനായിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. സുവിശേഷ വയലിൽ അധ്വാനിക്കുക എന്നുള്ളത് അതിലും ചെറിയ പ്രായം മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു. 14-ാമത്തെ വയസ്സിൽ പൂർണ്ണസമയ സുവിശേഷത്തിനായി ഭവനത്തോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. ചുരുങ്ങിയ സമയം വേദപുസ്തക പഠനം നടത്തി കേരളത്തിൽ സഞ്ചരിച്ചു, പ്രവർത്തിച്ചു. ബാല്യകാലത്തിൽ തന്നെ വടക്കേന്ത്യയുടെ വയലുകളിലേക്ക് എത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഏകദേശം 40ഓളം വർഷങ്ങളായി വടക്കേന്ത്യയുടെ വയലുകളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തു വരുന്നു. ഡൽഹി, UP, രാജസ്ഥാൻ, ഹരിയാന എന്നീ 4 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട IPC നോർത്ത് സെൻട്രൽ റീജിയന്റെ പൊതു ചുമതലയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും വഹിച്ചു വന്നത്. ഇപ്പോഴും ഡൽഹി, UP, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായി എൻ്റെ മേൽനോട്ടത്തിൽ 50ഓളം വേലസ്ഥലങ്ങളുണ്ട്. 20-ൽ പരം സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 100ഓളം വിദ്യാർത്ഥികളെ, യുവാക്കളെ തിരഞ്ഞെടുത്ത് തിരുവചനം ഹിന്ദി ഭാഷയിൽ പഠിപ്പിച്ച് വയലുകളിലേക്ക് ഇറക്കുവാൻ ദൈവം സഹായിച്ചു. യാത്രകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും ദൈവം എൻ്റെ കരങ്ങളിൽ നൽകുന്ന ഭൗതിക നന്മകളിൽ വളരെ ചുരുങ്ങിയ ഒരു അംശം മാത്രം വ്യക്തിപരമായി മാറ്റി ബാക്കിയുള്ളതെല്ലാം സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തിനും വ്യാപ്തിക്കുമായി വടക്കേന്ത്യയിൽ ചെലവഴിപ്പാൻ ദൈവം കൃപ നൽകി. അത് സംബന്ധിച്ച് കൂടുതലായി കാര്യങ്ങൾ അറിയുവാനും സഹകരിപ്പാനും സന്മനസ്സുള്ള വിശ്വാസികൾ യോഗാനന്തരം എന്നെ സമീപിച്ചാൽ അതിന് ഗൈഡ് ലൈൻസോ വിലാസമോ നൽകുന്നതാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കേറിയ പ്രതിഫലം നൽകുമാറാകട്ടെ. തിരുവചന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തിരിക്കണമെന്നുള്ള ആളുകൾ അതൊക്കെ കുറിച്ചു വയ്ക്കാറുണ്ട്. യോഗാനന്തരം അടുത്ത സമയം ആകുമ്പോഴേക്ക് പല കുറിപ്പുകളും പറന്നുപോകും. കുറിച്ചു വെക്കാതിരുന്നാൽ മറന്നുപോകും, കുറിച്ചു വെച്ചാൽ പറന്നുപോകും. മറന്നും പോകാതിരിക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ, അച്ചടിച്ച പ്രഭാഷണ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുക. ഏകദേശം 25-ൽ പരം ഗ്രന്ഥങ്ങൾ ഇതിനോടകം രചിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പക്ഷേ നിയമത്തിൻ്റെ പ്രാതികൂല്യം കൊണ്ട് ഇത്തരുണത്തിൽ ഇവിടെയൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. അത് കേരളത്തിലുള്ള മിക്കവാറുമുള്ള സ്റ്റോറുകളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അത് വാങ്ങി വായിക്കാവുന്നതാണ്. ദൈവദാസനോടെ ഓർമ്മപ്പെടുത്തിയതുപോലെ തിരുവചന സംഗ്രഹം എന്നൊരു പുസ്തകം പാസ്റ്റർ ജോൺ അവர்கள் എഴുതിയത് ഇതിൻ്റെ പിൻപിലുണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു നല്ല അവലോകനമായ കൃതിയായി എനിക്ക് അത് ബോധ്യപ്പെട്ടു. തിരുവെഴുത്ത് എന്ത് പറയുന്നു, അതിൻ്റെ സംഗ്രഹം എന്താണെന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ആ പുസ്തകം പ്രയോജനപ്പെടും. അതിൻ്റെ കോപ്പികൾ നിങ്ങൾ വായിക്കുവാൻ ഞാനും ശുപാർശ ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി യോഗങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയദൃഷ്ടി കർത്താവിൽ ഏകാഗ്രമായിരിക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ, വിജയത്തിലേക്ക് നടത്തുവാൻ നമുക്ക് എന്താണ് വഴി? ആദ്യ രാത്രിയിൽ മനുഷ്യനെ പിറകോട്ട് വലിക്കുന്ന, പരാജയപ്പെടുത്തുന്ന പാപത്തിന്റെ ശക്തിയെക്കുറിച്ചും അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിക്കട്ടെ, കരുണ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുമെന്നും നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്നാൽ ഏറ്റുപറച്ചിൽ ആത്മാർത്ഥതയുള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ രാത്രി യോഗത്തിലും അന്ധകാലത്തിന്റെ അധിപതിയായ ശത്രുവിനാൽ പിടിക്കപ്പെട്ട വ്യക്തികൾക്ക് വിമോചനം നൽകി വിജയത്തിലെത്തിക്കുന്ന യേശുവിനെ കുറിച്ചും
വിജയത്തിലേക്ക് എത്തിക്കുന്ന ആത്മാർത്ഥ നിലവിളിയെ കുറിച്ചും നാം കേൾക്കുകയുണ്ടായി. ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഇനിയും അല്പകാര്യം കൂടെ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ പരമ്പര അവസാനിപ്പിക്കുവാൻ വിശുദ്ധ വേദ ഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം തുറക്കാം. The Book of Revelation, chapter 3, verse 4 and 5 ഇപ്പോൾ വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം, എല്ലാ തലകളും അടക്കാം. തിരുവചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ രാത്രി ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകി ഞങ്ങളെ തൃപ്തരാക്കണമേ. ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ കൃപ ചെയ്യണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലെ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകളോടുള്ള കർത്താവായ യേശുവിന്റെ സന്ദേശമാണ് നാം വായിക്കുന്നത്. ദൈവസഭയുടെ സൽഗുണങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ച് അഭിനന്ദിക്കുകയും ദുർഗുണങ്ങളെ നിശ്ചിതമായി വിമർശിച്ച് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഈ 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ 5ാം സഭയായ സർദീസ് സഭയോട് ഉള്ള ദൂതിൽ നിന്നൊരു ഭാഗമാണ് ഈ രാത്രിയിൽ അടർത്തിയെടുത്തത്. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനായി കിടക്കുന്ന അവസ്ഥയിൽ ആ സഭയെ കർത്താവ് കണ്ടു. നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായില്ല എന്ന് പ്രസ്താവിക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും സഭയുടെയും ഉള്ള അവസ്ഥയെ ഉള്ളതുപോലെ അറിയുവാൻ കഴിയുന്നത് അഗ്നിജ്വാലിക്കത്ത കണ്ണുള്ള കർത്താവിന് മാത്രമാണ്. തിരുമുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ ക്രോധത്തിങ്കൽ കരുണയോർക്കുന്ന കർത്താവ് ആഗോളമായി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിലും ഉടുപ്പിനെ മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എല്ലാവരും ഉടുപ്പ് മലിനമാക്കിയാലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേരെ കാണുന്ന കണ്ണുകളാണ് നമ്മുടെ കർത്താവിന്റെ കണ്ണുകൾ. അവര് യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. അടുത്തത്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ആമേൻ. ഈ വിശിഷ്ടമായ ഉടുപ്പ് എവിടെ നിന്ന് ലഭിക്കുന്നു? എങ്ങനെ അത് സൂക്ഷിക്കുന്നു? എങ്ങനെ ക്രിസ്തീയ ജീവിതം അതിൽ വിജയിക്കുവാൻ കഴിയും? വിജയിക്കുന്നവർക്ക് മാത്രമേ കിരീടം ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ഉടുപ്പ് ധരിച്ചവരാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്തതും ഗിഫ്റ്റായി കിട്ടിയതും പല നിലകളിൽ നാം തയ്പ്പിച്ചതും ഒക്കെ വിവിധ തരത്തിലുള്ള ഉടുപ്പുകൾ നാം സെലക്ട് ചെയ്തു. പക്ഷെ ഇവിടെ പറയുന്ന ഉടുപ്പ് അവയൊന്നുമല്ല. പിന്നെന്താണ്? അത്യുന്നത ദൈവം തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് നൽകുന്ന ആത്മീയ ഉടുപ്പുകളാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നൽകുന്ന ദൈവം തന്നെ നന്നായി വസ്ത്രം ധരിച്ചവനാണ്. എന്താണ് ദൈവത്തിന്റെ വസ്ത്രം? അന്മലോ സിൽക്കോ കാഞ്ചീപുരമോ ഒന്നുമല്ല. 104 സങ്കീർത്തനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ വസ്ത്രം സൂര്യസമാന പ്രഭയാ. യോഹന്നാന്റെ 1-ാം ലേഖനം 1:5 നമ്മുടെ ദൈവം വെളിച്ചമാകുന്നു എന്നും യാക്കോബിന്റെ ലേഖനം 1:17 നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാകുന്നുവെന്നും തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6:16 അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാകുന്നുവെന്നും 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം സൂര്യനാകുന്നുവെന്നും നാം വായിക്കുന്നു. യെശയ്യാവ് കണ്ട ദർശനത്തിൽ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് സപ്തവർണ്ണപ്രഭയും സപ്തസ്വരവും ഒത്തുചേർന്ന മഹത്വജീവികളായ മാലാഖമാർ
പുത്രന്മാർ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ രണ്ടുകൊണ്ട് പറക്കുന്നു, രണ്ടുകൊണ്ട് പാദം മൂടുന്നു, രണ്ടുകൊണ്ട് മുഖം മൂടിയാണ് അവരെ ആരാധിക്കുന്നത്. കാരണം ജാജ്വല്യ സമാനമായ തേജസ്സിന്റെ പ്രഭ അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ ഒക്കത്തില്ല. എങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവമൈതലേ, നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ മുഖം മറക്കേണ്ടി വരികയില്ല. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് ആരാധിക്കും. പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. വെളിച്ചമായ ദൈവം, വെളിച്ചങ്ങളുടെ അപ്പച്ചനായ ദൈവം, വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, സൂര്യസമാന പ്രഭയുള്ള ദൈവം, സാറാഫുകൾ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുവാൻ യോഗ്യനായ ദൈവം വസ്ത്രം ഉടുത്തിരിക്കുന്നത് പ്രകാശത്തിന്റെ വസ്ത്രമാണ്. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ദൈവം ഏത് വസ്ത്രം ഉടുത്തിരുന്നു? ആ വസ്ത്രമാണ് ആദാം ഹവ്വ ദമ്പതികളെ ഉടുപ്പിച്ചത്. നാം ഉപയോഗിക്കുന്ന വസ്ത്രമല്ലായിരുന്നു. തേജോവലയത്തിൽ ആ ദമ്പതികൾ ആവരണം ചെയ്യപ്പെട്ടിരുന്നു. സൃഷ്ടിയുടെ മണിമകുടമായ ആദം സഹധർമ്മിണിയായ ഹവ്വയുടെ കരങ്ങളിൽ പിടിച്ചും കൊണ്ട് ഏതൻ തോട്ടത്തിൽ ഉലാവുമ്പോൾ ഏതൻ തോട്ടത്തിലും മുക്കിലും മൂലകളിലും പ്രഭ വിതറുമാർ ആ ദമ്പതികൾ തേജോവലയത്തിലുള്ളവരായിരുന്നു. എന്നാൽ ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്തതോടുകൂടി നിരവധി നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു പോയി. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അതിൽ പ്രഥമവും പ്രധാനമായ നഷ്ടം തേജസ്സിന്റെ അങ്കി ഉരിഞ്ഞു പോയി. വായിക്കുന്നില്ലേ നാം റോമർ 3:23 എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ്സിന്റെ അങ്കി നഷ്ടപ്പെട്ടു, അവർ നഗ്നരെന്നറിഞ്ഞു. അപ്പോഴാണ് അത്തിയിലെ കൂട്ടിത്തുന്നി അരയാളെ ഉണ്ടാക്കിയത്. മാനവ ചരിത്രത്തിലെ രണ്ടാമത്തെ വസ്ത്രം. ഒന്നാമത്തത് തേജസ്സിന്റെ അങ്കി നഷ്ടപ്പെട്ടപ്പോൾ ലഭിച്ചത് ഉണ്ടാക്കിയത് അത്തിയിലെ കൂട്ടിത്തുന്നിയുള്ള അരയാളയായിരുന്നു. പ്രഭാത സമയത്ത് മനോഹരമായി പച്ച നിറമുള്ള അത്തിയില കൂട്ടിത്തുന്നിയെങ്കിലും ഉച്ച നേരമായപ്പോൾ അത് സൂര്യന്റെ വെളിച്ചത്തിൽ കരിയിലയായി മാറി. വെറും ശരീരത്തിൽ കരിയില പുതച്ചുകൊണ്ട് നിന്നാൽ എന്തൊരു ആസ്വാദ്യതയാണ് ഉണ്ടാവുക. അതും നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നാം ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അത്യുന്നതൻ നിനക്ക് നൽകിയ ആത്മീയ ഭൂഷണം, ആത്മീയ ആവരണം നീ നഷ്ടപ്പെടുത്തിയാൽ ഈ അത്തിയിലെ വസ്ത്രം കൊണ്ട് നിന്റെ നഗ്നത മറകയില്ല. കർമ്മമാർഗം, ഭക്തിമാർഗം, യോഗമാർഗം, ജ്ഞാനമാർഗം ഇവയാൽ മനുഷ്യനുണ്ടാകുന്ന കൈപ്പണിയാൽ നിന്റെ നഗ്നത മറകയില്ല. ആത്മീയ നഗ്നത മറയണമോ? അത്യുന്നതൻ തന്നെ നിന്നെ ഉടുപ്പിച്ചേ തീരുകയുള്ളൂ. ആയതിനു വേണ്ടി സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ ഉറച്ച തറയിൽ വീണ് ഉറക്ക കരയുന്ന വിറയ്ക്കും ശിശുവിനെ തെരിക്കെന്നെടുത്ത് ഉമ്മ വെച്ച് ആശ്ലേഷിക്കുന്ന അമ്മയെ പോലെ, ഒരു കരുണാസമ്പന്നനായ പിതാവിനെ പോലെ ആ സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ എന്റെ ദൈവം ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവന്റെ സന്നിധിയിലായിരിക്കുന്നു. നീ ദൈവസന്നിധിയിലായിരിക്കുന്നു. നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിക്കാടുമ്പോഴല്ല അവൻ വരുന്നതെന്ന് ഓർക്കണം. രാത്രിയുടെ ഭീകരതയിൽ പേടിപ്പിക്കുന്ന സത്വമായിട്ട് അവൻ വരുന്നെന്ന് ഓർക്കണം. കെരുബുകളെ വാഹനമാക്കി പറക്കുന്നവൻ പറന്നു വരികയല്ലെന്ന് ഓർക്കണം. അവൻ ഉഗ്രമായ കോപത്തിൽ ഓടി വരികയല്ല. സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ മന്നം ഏതൻ തോട്ടത്തിൽ നടന്നു വന്ന ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. തേടി വന്ന ദൈവത്തെ ആരാധിക്കൂ. ആണമേ, നീ എവിടെ? നിന്നോട് കൽപ്പിച്ച കൽപ്പന ലംഘിച്ചുവോ? ഞാൻ അതെ, അവൻ സ്വയം പാപം സമ്മതിക്കുന്നില്ല. ആദ്യ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഹൗവയെ പഴിചാരുന്നു, ഹൗവ പാമ്പിനെ പഴിചാരുന്നു. എങ്കിലും സാഹചര്യത്തെ പഴിചാരിയത് കൊണ്ട് നീതീകരിക്കപ്പെട്ടില്ല. ആ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയേ തീരുകയുള്ളൂ. ദൈവം നീതിമാനാണ്, കരുണാസമ്പന്നനും കൂടെയാണ്. നീതിക്ക് അഭാവം സംഭവിക്കരുത്, കോട്ടം സംഭവിക്കരുത്, സ്നേഹത്തിനും കോട്ടം സംഭവിക്കരുത്. ഇനി അവിടെ പാർപ്പിച്ചാൽ ആ സന്ദർഭത്തിൽ അവിടെ ഉള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും കൂടെ തിന്നും. ആയതുകൊണ്ട് അവനെ പുറത്താക്കിയേ തീരുകയുള്ളൂ. എന്നാൽ പുറത്താക്കും മുൻപ് ഒരു വസ്ത്രത്തിന്റെ ക്രമീകരണം നമ്മുടെ ദൈവം ചെയ്തു കൊടുത്തു. എന്താണത്? ഉൽപ്പത്തി 3:21 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഈ തോൽ എവിടെ നിന്ന് വന്നു?
വന്നു. ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് 13:8 നാം വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. ആ ലോകത്തിന് കോസ്മോസ് എന്ന് ഗ്രീക്കിൽ അർത്ഥാൻ മാനവജാതി എന്നതിന്റെ അർത്ഥമോ മാനവജാതിയുടെ ആരംഭത്തിലെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരുന്നു. എങ്കിൽ ആ ഏദൻ തോട്ടത്തിൽ നടന്നതെന്തെന്ന് ഭാവനയിൽ കാണുവീൻ. പരമപരിശുദ്ധനായ ദൈവം സ്വർഗീയ തേജസ് ഉടുത്തവനായി ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തന്നെ തേജസ്സിന്റെ അഗ്നി നഷ്ടപ്പെട്ട കുറ്റവാളികളായ ആദംഹവ്വമാർ മറുവശത്ത് നിൽക്കുന്നു. ആ പരിശുദ്ധ ദൈവത്തിനും ഭാവിയായ മനുഷ്യനും ഇടയിൽ ഒരു സംഭവം നടക്കുന്നു. അത്യുന്നതന്റെ കരങ്ങളാൽ ഒരു നിരപരാധിയായ നിഷ്കളങ്കമായ ഒരു ആട്ടിൻകുട്ടി അവൻ പിടിക്കുന്നു. അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ച് ആ ആട്ടിൻകുട്ടിയെ അവൻ അറുക്കുന്നു. ചുടിചുടാ എന്ന രക്തം അതേ പൊട്ടിച്ചീറ്റി പുറപ്പെടുന്നു. ആട്ടിൻകുട്ടി അലറി കരയുന്നു. അതുവരെ ഒരു പ്രാണിയുടെയും പ്രാണസങ്കടം കണ്ടിട്ടില്ലാത്ത ദമ്പതികളും അലറുന്നു. അയ്യോ, ഞങ്ങളല്ലേ പാപം ചെയ്തവർ, ഞങ്ങളല്ലേ നിരുത്ത വൃക്ഷത്തിന്റെ ഫലം ഭുജിച്ചവർ. ഈ ആട്ടിൻകുട്ടി ഒരു ദോഷവും ചെയ്തിട്ടില്ല. ആദമേ, നീ അറിഞ്ഞുകൊള്ളൂ, ഈ ആട്ടിൻകുട്ടിയുടെ രക്തം ചിന്തി ഏദൻ തോട്ടത്തിലെ പച്ച പുൽത്തകിടി ആ ഹരിത നിറമുള്ള പച്ച നിറമുള്ളത് ചെഞ്ചോര നിറമായി ചുവപ്പായി മാറുന്നു. തോൽ ഉരിയുന്നു. ആദാമിനും ഹവ്വയ്ക്കും അവൻ വസ്ത്രമുണ്ടാക്കി കൊടുക്കുമ്പോൾ ആദാമിനെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇന്നു മുതൽ 4000 കൊല്ലം കഴിയുമ്പോൾ ഒരു നിഷ്കളങ്കനായ ആട്ടിൻകുട്ടി സ്വർഗത്തിന് മഹിമ വെളിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. സമസ്ത ലോകത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടി അവൻ പരിശുദ്ധ രക്തം ചിന്തി കഴിയുമ്പോൾ അവന്റെ അടുക്കൽ വരുന്നവർക്ക് നീതി എന്ന അങ്കി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവിക വസ്ത്രഭണ്ഡാരം ഇന്നും അടഞ്ഞു കിടക്കുന്നില്ല. ഒരു ദിവസം ഒഴിവില്ല. അടുത്തു വരുന്നവർക്ക് അങ്കി നൽകുന്ന നിഷ്പാപാവസ്ഥയെ പ്രകീർത്തിക്കുന്ന ഒട്ടേറെ വേദഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഓർക്കുക, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ വിലയാണ് ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഞാൻ കാണുന്ന ഒട്ടേറെ ദൈവമക്കൾ. പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും അവന്റെ നിഷ്കളങ്കതയെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. 2 Corinth 5:21 പൗലോസ് പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവൻ. പത്രോസിന്റെ 1-ാം ലേഖനം 2:22 പത്രോസ് പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3:6 യോഹന്നാൻ പറയുന്നു, അവനിൽ പാപം ഇല്ല. ഒട്ടേറെ വേദവാക്യങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത 3 വാക്യങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ക്രിസ്തുവിന്റെ ത്രികാല നിഷ്പാപാവസ്ഥയാണ്. He knew no sin, he did no sin, in him no sin. പാപം അറിഞ്ഞിട്ടില്ല പൗലോസ്, പാപം ചെയ്തിട്ടില്ല പത്രോസ്, പാപമില്ല. എപ്പോൾ മുതൽ? അനാദി കാലം മുതൽ ബേത്ലഹേമിൽ ജനനം വരെ നമ്മുടെ കർത്താവ് പാപം അറിഞ്ഞിട്ടില്ല. ബേത്ലഹേം മുതൽ കാൽവരി വരെ അവൻ പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇത് നിത്യത വരെ അവനിൽ പാപമില്ല. ഇങ്ങനെയുള്ള ഒരു കർത്താവിനെ വാതുറന്ന് 2 ഹല്ലേലൂയ പറയുന്നത് നിനക്ക് മെനക്കേടല്ലോ ഓർക്കണം. സദാചാരത്തിന്റെ അതിന് വരമ്പ് സകലതും ലംഘിച്ച എത്രയോ മതകർത്താക്കളെ പൂജിക്കാൻ, മണിയടിക്കാൻ, മുഴങ്കാല് മടക്കാൻ അനേകരുടെ ശബ്ദം ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ പാപവും വഷളത്വം ചെയ്തവൻ ഏറ്റവും വലിയ ദേവനും ദേവിയുമായി തീരുമ്പോൾ അങ്ങനെ ഒരു ഗതികേട് ക്രിസ്തു ഭക്തന്മാർക്ക് വന്നിട്ടില്ല. പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. പാപം ഇല്ല എങ്കിൽ നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കനായവന്റെ നാമം പറഞ്ഞ ദേശത്ത് സുഗന്ധം വീശും പകർന്ന തൈലം പോ. നിന്റെ നാമം നമ്മുടെ കർത്താവ് ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യ. കൈവേർത്തി പറയൂ, എന്താണ് നീ യോഗ്യൻ, നീ യോഗ്യൻ, അവനാണ് യോഗ്യൻ, അവൻ മാത്രം യോഗ്യൻ. ഓ ഹല്ലേലൂയ. ആ നിഷ്കളങ്കമായ നിരപരാധിയായ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് നീതിയുടെ അങ്കി ലഭിക്കും. തോലെടുപ്പ് കൊണ്ടുള്ള വസ്ത്രം. അതിന്റെ ആ വസ്ത്രഭണ്ഡാരത്തിന്റെ ഉദ്ഘാടനാനന്തരം
വിവിധ കളറുകളിലുള്ള വസ്ത്രങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ചിലത് മാത്രം ഓർപ്പിക്കാം. തുറക്കൂ 30-ാം സങ്കീർത്തനം, വായിക്കൂ 11, 12 വാക്യങ്ങൾ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചു സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എന്താ ഈ രട്ട്? വിലാപകാലത്ത് ധരിക്കുന്ന ഒരു കരിമ്പടമാണ്. അസഹനീയമായ അൺബെയറബിളായിട്ടുള്ള ദുഃഖം വരുമ്പോൾ ഈ കരിമ്പടം ഇട്ടുകൊണ്ടിരിക്കും. അയ്യോ, സഹിക്കാനാവാത്ത ദുഃഖമാണ് എന്ന് ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. എങ്ങനെയെങ്കിൽ ഒരു പാപിയുടെ അവസ്ഥ ഇതാണ്. എങ്ങനെ കഷ്ടതയുടെ രട്ട് പുതച്ചതാണ് പാപിയുടെ സ്വഭാവം. എങ്ങനെ വന്നു? കൽപ്പനയുടെ ലംഘനം കഷ്ടതയുടെ ആവിർഭാവമായി തീർന്നു. ഉൽപ്പത്തി 3:16 സർവേശ്വരന്റെ ശാപോച്ചാരണ വാക്കുകളിൽ കാണുന്നു, പുരുഷ, കൽപ്പന ലംഘിച്ചതിനാൽ നിന്റെ മുഖത്തെ വിയർപ്പോടെ നീ അപ്പം തിന്നും, കഷ്ടതയോടെ വൃത്തി കഴിക്കും. സ്ത്രീ, കൽപ്പനയുടെ ലംഘനത്താൽ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോട് മക്കളെ പ്രസവിക്കും. കഷ്ടത, കഷ്ടത എന്ന പദം ഉൽപ്പത്തി 3 കൽപ്പനയുടെ ലംഘനത്താൽ ഇതാ ലോകത്തിലേക്ക് വരുന്നു. സന്താപസാഗരം അവിടെ നിന്ന് പൊട്ടി പുറപ്പെട്ടിങ്ങനെ ഒഴുകുകയാണ്. വേദത്തിലെ എല്ലാ താളുകളെയും അത് നനച്ചു, കുടുംബങ്ങളെ നനച്ചു, വ്യക്തികളെ നനച്ചു, തലമുറകളെ നനച്ചു. സന്താപസാഗരത്തിൽ നിന്ന് ഒരു തുള്ളി കുടിക്കാതെ ഒരു വ്യക്തി പോലും ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലും രോഗം. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ മനോവേദന. അനേക തരത്തിലെ പ്രശ്നങ്ങൾ സന്താപസാഗരത്തിലൂടെ പോവുകയാണ്. ദൈവത്തിന് ഒരു മകനുണ്ട്, പാപമില്ലാത്തവൻ. എന്നാൽ ആ മകനും കഷ്ടങ്ങളിൽ തികഞ്ഞവനായി തീർന്നു എന്ന് ഓർക്കണം. അങ്ങനെ വേദത്താളുകളിലേക്ക് നനച്ച് ഉൽപ്പത്തി 3 തുടങ്ങിയ സന്താപസാഗരം ഇയ്യോബിന്റെ പുസ്തകം വരെ ഒഴുകി വരുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 5:6 ഒരു പ്രയോഗമുണ്ട്. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്ത് നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കുമ്പോൾ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. Man is born for affliction. 14:1 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, ഭയവും വിറയും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഓൾഡ് സ്റ്റൈലിലെ പ്രാർത്ഥനയാണ്. ഇന്നാരും അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. ഇന്നോ പാസ്പോർട്ട് എടുത്തിട്ട് എത്ര നാളുകളായി, ഒരു വീസ അടിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അങ്ങനെ പറന്ന് ചെന്നപ്പോഴാ മനസ്സിലായത് ഇവിടെ അതിനേക്കാട്ടിലും കഷ്ടത. അയ്യോ, തിരിച്ചു പോകാൻ ഗത്യന്തരം ഉണ്ടായിരുന്നെങ്കിൽ തിരികെ പോയി വിശ്രമിക്കുമായിരുന്നു. സ്നേഹിത, രാജ്യം വിട്ട് രാജ്യത്തോ ഓടുന്നതിലല്ല വിശ്രമം. സന്തോഷം ഒളിപ്പിക്കുന്നവന്റെ കരങ്ങൾ നിന്നെ സ്പർശിച്ചെങ്കിൽ മാത്രമേ നീക്കി സന്തോഷം ഉടുപ്പിക്കുന്നവൻ നിന്റെ അടുക്കൽ വരട്ടെ. നിനക്ക് ഹൃദയാംഗമായി സന്തോഷം ഉണ്ടായിരിക്കും. 90-ാം സങ്കീർത്തനത്തിൽ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണത്തിൽ മോശ പാടിയ ഒരു കീർത്തനത്തിൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. പലരും പറയുന്നത് പ്രഷറും ഷുഗറും അത്രേ അല്ലേ? കഷ്ടസമ്പൂർണനായ മനുഷ്യൻ, കഷ്ടതയ്ക്കായി ജനിച്ചവൻ, പ്രാവിനെ പോലെ ചിറകോട് പറന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവൻ, ഭൂതലത്തിലേക്ക് പിറക്കുന്ന സമയം ഓരോ കുഞ്ഞും ചിരിച്ചോണ്ടാണോ ജനിക്കുന്നത്, കരഞ്ഞോണ്ടാണോ എന്ന് പറയാമോ? ചിരിച്ചോണ്ട് ജനിച്ചവർ യോഗാനന്തരം എന്നെ കാണണം, ഒരു കിരീടം നൽകാൻ ആഗ്രഹിക്കുന്നു. ലേബർ റൂമിൽ റിസൾട്ട് ആയെന്ന് മറ്റുള്ളവർ ഗ്രഹിക്കുന്നത് പൊട്ടിച്ചിരിയുടെ ശബ്ദമല്ല. മുട്ടി പോലോ, മുഷ്കിലാവോ, ആങ്ക് കോലോ, ശിവനാവോ, ഗീത് ഗാവോ, തലി ബജാവോ. നോ നോ നോ. കണ്ണുകൾ തുറക്കൂ, കൈകൾ തുറക്കൂ, സന്തോഷിക്കൂ, കൈ അടിക്കൂ. ഇല്ല ഇല്ല, കണ്ണ് രണ്ടും ഇറുക്കി പിടിച്ചുകൊണ്ട്, കൈ രണ്ടും കൂട്ടി അടച്ചുകൊണ്ട്, വാ മാത്രം തുറന്നുകൊണ്ട് കുട്ടി പറയുന്നു, എന്നെ തിരിച്ചു കൊണ്ടുപോകൂ, മുഞ്ചെ വാപ്പസ് ലേ ജാ.
എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇരുട്ടുള്ള അറയിൽ നിന്ന് പ്രജ്വലിത മഹീതലത്തിലേക്ക് പിറന്നു വീണ കുട്ടി എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? എന്തുകൊണ്ട് കൈ അടിക്കുന്നില്ല? വിശുദ്ധ വേദത്തിൽ പറയുന്നു, കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അവൻ പറയുകയാണ്, അല്ലെങ്കിൽ അവൾ പറയുകയാണ്, ഞാൻ ഇന്ന് എന്റെ കരച്ചിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് മുതൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, അനേകരെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ വിലാപഗാനത്തിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശവമഞ്ചം ഏന്തുന്ന പ്രിയപ്പെട്ടവരുടെ പിന്നാലെ വരുന്നൊരു കൂട്ടർ കരച്ചിലൂടെ യാത്ര അയക്കുന്നു, കരച്ചിലൂടെ. അതുകൊണ്ട് ഹിന്ദിയിൽ പറയുന്നു, ആത്തേ തോ മനുഷ്യരോത്തേ ഹുയേ ജാത്തേ മനുഷ്യരുലാത്തേ ഹുയേ. കരഞ്ഞും കൊണ്ട് മനുഷ്യൻ പിറക്കുന്നു, കരയിച്ചും കൊണ്ട് മനുഷ്യൻ പറക്കുന്നു. കരഞ്ഞും കൊണ്ട് പിറന്ന് കരയിച്ചും കൊണ്ട് പറക്കുന്ന രണ്ട് വിലാപ ഗാനങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ജീവിതമെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ ഒരിക്കൽ പറഞ്ഞു, കരയുന്നവരോടുകൂടെ കരയണം. പക്ഷെ ആരും കരയുന്നില്ലേ? 5 പെൺകുട്ടികളെ പ്രസവിച്ചിട്ടാണ് എന്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ആദ്യമേ ഞാൻ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ത് കുട്ടി? ആൺകുട്ടി എന്ന് പറഞ്ഞാൽ thy name be glorified, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ thy will be done എന്ന് പറയാറില്ല. ആ കാലത്ത് ആദ്യം ലഭിച്ച ആൺകുട്ടി എന്ന പേരിൽ എനിക്കിട്ട പേരാണ് ജോയി, സന്തോഷകുമാരൻ. എന്തൊരു സന്തോഷമായിരുന്നു. അന്ന് കരഞ്ഞത് ഒരാളേ ഉള്ളൂ, ഈ ജോയി. ഇങ്ങായെ കൂടെ ആരും കരഞ്ഞില്ല, എല്ലാവരും സന്തോഷിച്ചു. എന്നെ ഒറ്റയ്ക്ക് കരയിപ്പിച്ചത് കൊണ്ട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇഹത്തിൽ നിന്ന് ഞാൻ പറന്നു പോകുമ്പോൾ എല്ലാവരും കരയും, ഞാൻ സന്തോഷത്തോടെ അപ്പച്ചന്റെ അടുക്കൽ പോകും. ഈ പ്രത്യാശയുള്ളവരുടെ കരങ്ങൾ ഇന്ന് രാത്രി ഞാൻ കാണട്ടെ. എന്റെ സഹോദര സഹോദരി, എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞ് ക്ഷമിക്കൂ. നീ ലോകത്തിൽ പിറന്നു വീണപ്പോൾ നീയല്ലേ കരഞ്ഞുള്ളൂ, ആരും നിന്നോടൊപ്പം കരഞ്ഞില്ല. മറ്റുള്ളവർ സന്തോഷിച്ചുവെങ്കിൽ ഇഹത്തിൽ നീ വിട പറയുന്ന സമയം എല്ലാവരും കരയട്ടെ, സന്തോഷത്തോടെ പോകണമോ? ഇന്ന് രാത്രി ഒരു വഴിയേ ഉള്ളൂ, രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുവാൻ ഒരുവൻ ഈ രാത്രിയിൽ അദൃശ്യനായി നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ കരങ്ങളിൽ നീ ഒരു സമർപ്പണം ചെയ്യണം, സമർപ്പണം ചെയ്യണം. നാഥ, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, എന്റെ അടുക്കലേക്ക് വരണമേ. അങ്ങനെ അനുദവിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോസ്റ്റ്മാൻ വഴി വൈറ്റ് പോസ്റ്റ് അയച്ചു കൊടുക്കുകയല്ല, ഈ വസ്ത്രം ഏജന്റിന്റെ കയ്യിൽ കൊടുത്തയക്കുകയല്ല, അവന്റെ കരങ്ങളാലാണ് നിന്നെ ഉടുപ്പിക്കുന്നതെങ്കിൽ നാം എങ്ങനെ മൗനമായിരിക്കും? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ ആ സന്തോഷ വസ്ത്രം ഇന്ന് രാത്രിയിൽ ദൈവിക വസ്ത്രാലയത്തിലുണ്ട്. പിന്നെ ഒരു കഷ്ടവും വരികയില്ല എന്നുള്ള ഗ്യാരണ്ടി അല്ല, ഒരു പ്രത്യേകതയുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അതാണ് വിശുദ്ധന്മാരുടെ കഷ്ടതയുടെ പ്രത്യേകത. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, വീണിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. സമസ്ത ലോകത്തിന്റെ കഷ്ടതയിൽ വ്യത്യസ്തമാണ് നിന്റെ കഷ്ടത. ഇത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ഇത് വേഗം തീരുകയും പറന്നു പോവുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പറയാം, ഇത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ഇത് വേഗം തീരുകയും ഞാൻ പറന്നു പോവുകയും ചെയ്യും. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കയില്ലെന്ന് ഓർക്കണം. 10 കോഴിമുട്ടകൾ ഇവിടെ കൊണ്ടുവച്ചാൽ യോഗം തീരുന്നവരെ മുട്ടയ്ക്ക് അനങ്ങാൻ പറ്റില്ല. എത്ര സ്തുതി മധുരമായ സംഗീത ധോരണിയിലും ആത്മവ്യാപാരത്തിന്റെ ആരാധനാന്തരീക്ഷത്തിലും മുട്ടയാണ്. പക്ഷേ വിരിഞ്ഞു കോഴിക്കുഞ്ഞായാൽ അതിന് അനങ്ങാതിരിക്കാൻ പറ്റില്ല. എന്താ വ്യത്യാസം? കോഴിയുടേതാണ് മുട്ട, കോഴിയുടേതാണ് കുഞ്ഞ്. മുട്ട ഒന്നേ ജനിച്ചുള്ളൂ, കോഴിക്കുഞ്ഞ് വീണ്ടും ജനിച്ചാൽ. ക്രിസ്തീയ കുടുംബത്തിലായാലും പെന്തക്കോസ്ത് കുടുംബത്തിലായാലും ജനിച്ച മുട്ടകൾ ഇന്ന് രാത്രി മൗനമായി ഇരുന്നു കൊള്ളട്ടെ. എന്നാൽ പുറന്തോട് പൊട്ടി അന്തരാത്മാവിൽ ജീവൻ 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 സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച അവരുടെ പുറന്തോട് പൊട്ടി അകം പ്രകാശിച്ചു. വചനമെന്ന മായമില്ലാത്ത ഈ വിത്ത് അന്തരംഗത്തിൽ വന്ന് ആത്മവ്യാപാരത്താൽ പുതുജനനം പ്രാപിക്കുമ്പോൾ ഈ സന്തോഷ വസ്ത്രം ഉടുക്കുകയും നീ മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം കൂടെ വേഗം വായിക്കൂ. ഐസായ 61 and verse 10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം നിന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. അവൻ എന്നെ
വസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കിയുടെ വെച്ചിരിക്കുന്നു. ആമേൻ. രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ലോകത്തിൽ ഒരു വസ്ത്രഭണ്ഡാരത്തിലും ഈ രക്ഷാവസ്ത്രം കിട്ടുകയില്ല. പ്രശസ്തമായ ഷോപ്പിംഗ് സെന്ററുകളിലോ മാളുകളിലോ നിങ്ങൾ ചെന്ന് നോക്കൂ, ദുബായ് മാർക്കറ്റിൽ ചെന്ന് നോക്കൂ, അനേക വസ്ത്രങ്ങൾ ലഭിക്കും. പക്ഷേ രക്ഷാവസ്ത്രം ഇവിടെയില്ല. അത് രക്ഷകന്റെ സമീപത്തെത്തിയാലേ ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിൽ പ്രവീണന്മാർ വന്നിട്ടുണ്ട്, പ്രഗത്ഭന്മാർ വന്നിട്ടുണ്ട്, തത്വജ്ഞാനികൾ വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്, വിജ്ഞാന കുബേരന്മാർ വന്നിട്ടുണ്ട്, ഉപദേഷ്ടാക്കൾ വന്നിട്ടുണ്ട്, മതകർത്താക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ പാപത്തിൽ ജീവിക്കുന്ന പാപിയെ രക്ഷിപ്പാൻ ഒരുവനേ വന്നിട്ടുള്ളൂ. അവന്റെ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം. എന്താണ് മതഗുരുക്കന്മാരും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം? അലയടിച്ചുരുന്നി ആടിയിൽപ്പെട്ട് താണുപോകുന്ന അല്ലെങ്കിൽ നദിയിൽ താണുപോകുന്ന കുഞ്ഞിന്റെ അടുക്കൽ സമീപത്തിലെത്തി ഒരു ഗുരു പറയുന്നു, മകനെ മകനെ വെള്ളം കുടിക്കല്ലേടാ, താഴോട്ട് പോകല്ലേടാ, മൂക്കിൽ വെള്ളം കയറല്ലേ, വായിൽ വെള്ളം കയറല്ലേ, കൈ പൊക്കി പിടിച്ചു വെള്ളമേ, ഇത് അക്കളെ വാട്ടറാമോനെ, ലിംക, കോള, പെപ്സി ഒക്കെ വീട്ടിൽ തരാമോനെ, സ്ക്വാഷ് തരാമോനെ എന്ന് പറയുന്നതാണ് ഗുരുവിന്റെ ഗുണദോഷങ്ങൾ. പക്ഷേ ദീർഘനേരം പറഞ്ഞാലും ആശയറ്റവനായി ആലംബഹീനരായി താണുപോകുന്ന കുട്ടിക്ക് ഗുരുവിന്റെ ഗുണദോഷം പ്രയോജനം ചെയ്യുന്നില്ല. എന്നാൽ രക്ഷകനാര്? സ്വയം മറന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി കുട്ടിയെ കരങ്ങളിലെടുത്ത് കരയിൽ കൊണ്ടുവരുന്നവനാണ് രക്ഷകൻ. ഈ രക്ഷകനെ ബൈബിളിലല്ലാതെ ലോകത്തിൽ നിനക്ക് കാണുവാൻ കഴിയുകയില്ല. ആമേൻ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് പാപമില്ലാതെ വന്ന് പാപിയുടെ കരങ്ങളിൽ പിടിച്ച്, മകനെ മകളെ, നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. പിതാവിനെ നോക്കിക്കൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പിതാവിനും പാപിക്കും ഇടയിൽ മധ്യസ്ഥനായി പാപത്തിന്റെ കറയേൽക്കാതെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വയം വഹിച്ച് അടിമുതൽ മുടി വരെ തകർക്കപ്പെട്ടവനായി ചുടുചുടാ എന്ന് രക്തം ചിന്തിയ യേശുവിന്റെ രക്തത്തിനായി പിതാവിന് സ്തോത്രം ചെയ്യുകയും. ആമേൻ. അവനാണ് രക്ഷകൻ. അവന്റെ അടുക്കൽ വരുമ്പോൾ രക്ഷയുടെ വസ്ത്രം ധരിപ്പിക്കും. ധരിച്ചു കഴിഞ്ഞാൽ രക്ഷയുടെ നിർണയം ഉണ്ടായിരിക്കും. നീ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഇന്ന് വരെ നിർണയമില്ലെങ്കിൽ ഈ രാത്രി നിർണയം ഉണ്ടായിട്ടേ പോകാവൂ. ഇത് ഊഹാപോഹമല്ല. ഒരു വിവാഹിതയ്ക്ക്, ഒരു വിവാഹിതൻ അറിയാം എന്റെ വിവാഹം കഴിഞ്ഞു. കാരണം അത് ഊഹാപോഹമല്ല, വെറും സ്വപ്നമല്ല, പിന്നെ ഒരു ഭാവനയല്ല, ഒരു സംഭവമാണെങ്കിൽ ആത്മ മണവാളനോട് കൈകൊടുത്തവർക്ക് ഉള്ളിൽ ആവേശമുണ്ട്. എന്റെ കർത്താവ് വേഗം വരുന്നു, ഞാൻ അവന്റെ വകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നെങ്കിൽ മാത്രം ആ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യൂ. ഈ നിർണയമില്ലാതെ ഒരു വ്യക്തി എങ്കിലും യോഗത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ രക്ഷകൻ നിന്റെ അടുക്കലുണ്ട്. അനുതാപത്തോടെ കരയൂ, രക്ഷയുടെ നിർണയം പ്രാപിക്കൂ. രക്ഷാ വസ്ത്രം മാത്രമോ? നീതിയുടെ അങ്കി. എന്താണ് ആ നീതിയുടെ അങ്കി? പാപി മരിക്കുമ്പോൾ പാതാളമാണ് അവന്റെ അടുത്ത നിവാസസ്ഥാനം. അറസ്റ്റ് വാറണ്ടുമായി സാത്താൻ അവനെ അഥവാ പാതാളത്തിലേക്ക് എത്തിക്കുന്നു. പാപത്തിൽ ജനിച്ചവൻ, പാപത്തിൽ വളർന്നവൻ, പാപപ്രകൃതിയിൽ ജീവിച്ചവൻ മരിക്കുമ്പോൾ അറസ്റ്റ് വാറണ്ടുമായി വരുന്നു. എന്നാൽ അവൻ വരും മുമ്പേ ജീവനോട് ഇരിക്കവേ ഞാൻ ഓടി കുരിശിന്റെ അടിവാരത്തിലെത്തി മുഴങ്കാലം അടക്കിക്കൊണ്ട് പറയുന്നു, നാഥ കരുണ ചെയ്യണമേ, എന്റെ പാപം ക്ഷമിക്കണമേ. അപ്പോൾ ആ രക്ഷാനായകൻ തന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ പാപത്തെ കഴുകുക മാത്രമല്ല, എന്നെ തന്റെ നീതിയുടെ അങ്കിയിട്ട് മറയ്ക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ ഞാൻ പിന്നെ അറിയപ്പെടുന്നു. അവന്റെ ക്രിസ്തുവിന്റെ നീതി എന്റെ മേൽ ആവരണം ചെയ്തു. മരിക്കുമ്പോൾ സാത്താൻ വന്ന് നോക്കുന്നു, എവിടേക്ക് ജോയ്? അയ്യോ, അദ്ദേഹം മരിച്ചുപോയി, പിന്നെ ആരാ ഇവിടെ താമസിക്കുന്നത്? നോക്കിയപ്പോൾ യേശുവിന്റെ നീതിയുടെ അങ്കി ധരിച്ചുകൊണ്ട് ഉലാവുന്നു. ഇവനെ അറസ്റ്റ് ചെയ്യാമോ? ഇല്ല, ഇവൻ ഞങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടവനാണ്. സാത്താൻ പമ്പ കടന്നു. ഞാൻ നീതിമാനായി തീർന്നെങ്കിൽ നീതിയും വസ്ത്രം ലഭിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതുകൊണ്ട് നാം പാടുന്നു, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷത്തിന്റെ 22:11 മുതൽ
13 വരെ ഒന്ന് വായിച്ചു നോക്കൂ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 11 to 13. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള തള്ളിക്കളവി, അവിടെ കരച്ചിലും ബലികടി ഉണ്ടാകും എന്ന് പറഞ്ഞു. രാജപുത്രന്റെ വിവാഹവേദിയിൽ വിവാഹ സന്ധ്യയ്ക്കായി ക്ഷണിക്കപ്പെട്ടവർക്ക് സുലഭമായി കൊടുക്കുവാൻ വസ്ത്രമുണ്ടായിരിക്കെ ഒരുവൻ ആ വസ്ത്രത്തെ തൃണവൽഗണിച്ചുകൊണ്ട് സ്വയം വീതിയാൽ അടിമേട് ക്ലോത്തിനാൽ അവനകത്തേക്ക് പ്രവേശിച്ചു. രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. സ്നേഹിത, നീ വിവാഹ വസ്ത്രമില്ലാതെ എങ്ങനെ ഇതിനകത്ത് പ്രവേശിച്ചു? അവൻ ഉത്തരം മുട്ടിപ്പോയി. കാരണം ഏജന്റുമാരല്ല തെരഞ്ഞത്, ഉടയവൻ നേരിട്ടാണ് നിന്നെ നോക്കുന്നത്. ആ കണ്ണിന്റെ മുൻപിൽ സ്വയം നീതിക്ക് വിലയില്ല. ഇന്ന് രാത്രി ഓർക്കൂ, കപട ഭക്തരെ പിടിച്ചു കെട്ടി അനന്തമുള്ള തീപ്പൊയിലേക്ക് തള്ളുന്ന ദിവസങ്ങൾ വരുന്നതിനാൽ നീ ഒരു നാമധേയ ക്രൈസ്തവനായി ഇരിക്കാതെ, നാമധേയ ക്രിസ്ത്യാനത്തിൽ മുഴങ്ങാതെ, കപടവേഷം ഉരിഞ്ഞു കളഞ്ഞ് യജമാനൻ നൽകുന്ന വിവാഹ വസ്ത്രത്തെ ധരിച്ചുകൊള്ളൂ. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയ്ക്ക് ലഭിക്കുന്ന വസ്ത്രമാണ് കല്യാണ വസ്ത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം കൂടെ വളരെ വേഗം ഒന്ന് വായിക്കൂ. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിപ്പി. ഇതാരോടാ പറഞ്ഞത്? അർദ്ധരാത്രി ഞാൻ പറഞ്ഞതുപോലെ അപ്പന്റെ സ്വത്ത് മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞ് ആ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ച നിലവരെയെത്തിയ അവനിതാ മടങ്ങി വരുന്നു. കണ്ണ് കുഴിഞ്ഞവനായി, കവളൊട്ടിയവനായി, ജലനരകൾ ബാധിച്ചവനായി, അതേ ഏറ്റവും വിശപ്പ് കൊണ്ട് വലഞ്ഞ് ജീർണിച്ച വസ്ത്രവുമായി വരുമ്പോൾ നടന്നു വരുന്ന മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരപ്പച്ചൻ. അവൻ പറയുന്നത് ടൈലറെ വിളിക്കാനല്ല, തുണിയെടുത്ത് അളവെടുക്കാനല്ല, മടങ്ങി വരുന്ന ഭാവിയെ മേൽത്തരമായ അങ്കി നിനക്ക് വേണ്ടി റെഡിമെയ്ഡായി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അപ്പച്ചൻ നിന്നെ മാടി വിളിക്കുകയാണ്. അനുതാപത്തിന്റെ കാലുകളേക്കാൾ 100 മടങ്ങ് വേഗതയാണ് ദൈവകൃപയുടെ കാലുകൾ. നീ നടന്നു വരുന്ന അവന് ഓടി വരുന്നവനാണെങ്കിൽ മേൽത്തരമായ അങ്കി നിന്നെ ധരിപ്പിക്കുവാനുണ്ട്. ആകയാൽ മാനവ ചരിത്രത്തിലെ ആദ്യത്തേത് ദൈവ തേജസ്സിൻ വസ്ത്രമായിരുന്നെങ്കിൽ, രണ്ടാമത്തേത് അത്തിയിലയായിരുന്നെങ്കിൽ, മൂന്നാമത്തേത് തോലുടുപ്പായിരുന്നെങ്കിൽ അവ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനവും വിശുദ്ധീകരണവും പ്രാപിക്കുന്ന ദൈവ പൈതലിനെ സന്തോഷത്തിന്റെ പുടവയുണ്ട്, രക്ഷയുടെ വസ്ത്രമുണ്ട്, നീതിയുടെ അങ്കിയുണ്ട്, വിവാഹ വസ്ത്രമുണ്ട്, മേൽത്തരമായ അങ്കിയുണ്ട്. ഇന്ന് രാത്രി ഈ വസ്ത്രഭണ്ഡാരം തുറന്നു കിടക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇന്ന് രാത്രി ഒന്ന് ലഭിക്കാനിടയാണ്. ഇതൊരു കർമ്മത്തിലൂടെയാണ് നാം ധരിക്കുന്നത്. വായിക്കൂ, ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം 26 മുതൽ വായിച്ചു നോക്കൂ. ഗലേഷ്യസ് ചാപ്റ്റർ 3 beginning from 26. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ പിന്നെ യഹൂദന് യവനനെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. ക്രിസ്തുവേശുവിൽ ഒന്നായി തീരുവാൻ ഈ വസ്ത്രം ധരിക്കുന്നത് ജലസ്നാനമെന്ന പ്രക്രിയയിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. വിശ്വാസത്താൽ നീ ദൈവ പൈതലായി. പക്ഷേ ക്രിസ്തുവിനോട് ചേരുന്നത് എങ്ങനെ? അവനെ ജലസ്നാനം എന്ന പ്രക്രിയയിലൂടെ ധരിക്കുമ്പോഴേ നീ ക്രിസ്തുവുമായി ഒട്ടിച്ചേരുകയുള്ളൂ. ആമേൻ. ഒരു വിവാഹം ആലോചിച്ചാലും ഉറപ്പിച്ചാലും ശരി, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു, കുറി അടിച്ചു, ദിവസം നിശ്ചയിച്ചു, ഇൻവിറ്റേഷൻ കൊടുത്തു, എല്ലാ ഹോളും ബുക്ക് ചെയ്തു. എന്നിരുന്നാലും രണ്ടും രണ്ടാണ്, അവർ ഒത്തുചേരുന്നില്ല. പിന്നെ എപ്പോഴാണ് നിയുക്ത ദിവസം മണവാളൻ ഒരുങ്ങി വരുന്നു, മണവാട്ടി ഒരുങ്ങി വരുന്നു, അനേകരുടെ സാന്നിധ്യം
സാന്നിധ്യത്തിൽ അവർ തമ്മിൽ ഉഭയസമ്മതം ചെയ്ത് ഭാര്യാഭർത്തക്കന്മാരായി തീരുമ്പോൾ പ്രധാന ശുശ്രൂഷകൻ വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ ഇവർ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു. നേരത്തെ ആലോചിച്ചതാണ്, ഇഷ്ടപ്പെട്ടതാണ്, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും ഈ കർമ്മത്തിലൂടെ മാത്രമേ ഒന്നാവുകയുള്ളെങ്കിൽ ഇതിന്റെ മറുവശമാണ് ജലത്തിലെ സ്നാനം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കിയപ്പോൾ, കണ്ണുനീരൊഴുക്കിയപ്പോൾ, ഒരു കൺമനുഷ്യൻ യോഗത്തിൽ നിന്റെ കരങ്ങൾ ഉയർത്തിയപ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നിനക്ക് കർത്താവിനെ ഇഷ്ടപ്പെട്ടു, കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ല. ഇന്നേ ഒരു ദിവസം ദൈവജനങ്ങൾ ഒരുമിച്ച് ജയം ജയം ഹല്ലേലൂയ എന്ന് പാടുമ്പോൾ മര്യാദയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്ന് കൈകൂപ്പി നീ നിൽക്കുകയാ. അപ്പോൾ പറയുന്നു, ലോകമേ, അന്നേ ദിവസം ഞാൻ കൈപൊക്കിയത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ പ്രാണനാഥൻ മരിച്ചതുപോലെ ഞാൻ മരിക്കുന്നു, അവൻ അടക്കപ്പെട്ടതുപോലെ ഞാൻ അടക്കപ്പെടുന്നു, അവൻ ഉയർത്തതുപോലെ ഞാൻ ഉയർത്തുന്നു. ഇന്നു മുതൽ ഞാനും എന്റെ കരുമനാഥനും ഒന്നായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് വരക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്തരംഗത്തിൽ ചലനമുണ്ടായാൽ ശരീരത്തിൽ പ്രകടനമുണ്ടാകും. വേലക്കാരി കൊച്ചിനെ ഫീഡ് ചെയ്യുന്നതും ഉത്തരവാദിത്വമില്ലാത്ത ഒരാൾ ഫീഡ് ചെയ്യുന്നതും അമ്മ ഫീഡ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇന്നാണ് അമ്മനെ കുടിച്ചില്ലെങ്കിൽ അത് വേണ്ട. അമ്മ അങ്ങനല്ല. രാരിക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ കുഞ്ഞിനെ കുടിപ്പിക്കുമ്പോൾ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയുടെ വായും തുറന്നിരിക്കും. മോനെ എന്റെ അമ്മയും വാ തുറന്നത്. അതിന്റെ പേരാണ് ഏകീകരണം. ശ്രുതി മധുരമായ സംഗീത ധോരണിയിൽ നല്ല പാട്ടുകൾ പാടുമ്പോൾ ഇഷ്ടപ്പെടുന്നവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? അവരുടെ തല ഇങ്ങനെ ചലിക്കുന്നു, കൈ ഇങ്ങനെ കുരുകുരുക്കുന്നു, കാലിങ്ങനെ ഇളകുന്നു. ഇതൊന്നും എനിക്കൂടൊന്ന് പാടിയെങ്കിൽ അവര് പാട്ടുകാരല്ലെങ്കിലും ഏകീകരണമാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. ഐഡന്റിഫൈങ്. നല്ല മനോഹരമായ കളികൾ, ആ ഫുട്ബോൾ മാച്ച് TV കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് TV ഓൺ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഊണും വേണ്ട, ഉറക്കവുമില്ല, ഭാര്യയും വേണ്ട, മക്കളെ വേണ്ട, ഏത് പാർട്ടിയാണ് ജയിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. ഒടുവിലത്തെ ഗോൾ അടിക്കുമ്പോൾ അടികളാന്ന് പറഞ്ഞു ഇവന് ഒരൊറ്റ അടി. അവന്റെ കാലിൽ നിന്ന് തീപ്പോയെ കൊള്ളുകയാണ്. മനസ്സിലാകൂ, ഇവൻ രണ്ട് പാർട്ടിയിലും കളിക്കുന്നില്ല. 25,000 മൈൽ ദൂരെ നടക്കുന്ന കളിയിൽ ഇവന്റെ ചിത്തം അങ്ങ് ലയിച്ചപ്പോൾ അവൻ കളിച്ചവനെ പോലെയായി. ഇതിന്റെ മറുവശമാണ് ജലത്തിലെ സ്നാനം. ആമേൻ, ആമേൻ. യേശു കാൽവരിൽ മരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പില്ല, ഞാൻ ഗോൽഗോഥ കണ്ടില്ല, ഞാൻ യെരൂശലേം കണ്ടില്ല, ഞാൻ ഗെത്സമന കണ്ടില്ല. പക്ഷേ ഈ TVയിലൂടെ ഞാനത് കണ്ടു. ആമേൻ. 4 ചാനൽ, മാത്യൂസ് ചാനൽ, മർക്കോസ് ചാനൽ, ലൂക്കോസ് ചാനൽ, യോഹന്നാൻ ചാനൽ, എന്റെ യേശുവിന്റെ മരണം, എന്റെ യേശുവിന്റെ അടക്കം, എന്റെ യേശു ഉയർപ്പ് ഞാൻ കണ്ടപ്പോൾ എന്റെ ചിത്തം ലയിച്ചു. ഞാൻ അവനെ പോലെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ അവനോട് ഏകീകരിക്കുകയാണ്. അങ്ങനെ ഏകീകരിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ചിത്തം ലയിച്ച നീ ഏകീകരിക്കും. മരണം, അടക്കം, ഉയർപ്പിനോട് ഏകീകരിക്കുകയാണ്. പിന്നെ എന്തിന് യേശു സ്നാനമേറ്റത്? അത് പിതാവിനോടുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പച്ച സമസ്ത ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിക്കുവാൻ ഞാൻ തയ്യാർ, അടക്കപ്പെടുവാൻ ഞാൻ തയ്യാർ, ഉയർക്കുവാൻ ഞാൻ തയ്യാർ. റിന്യൂവൽ ഓഫ് ദ കവനന്റ് വിത്ത് ഓൾമൈറ്റി ഗോഡ്. മാത്രമല്ല, രണ്ടാം കാര്യം, എനിക്കും നിനക്കും ഒരു മാതൃകയുള്ള സ്നാനമായിരുന്നു. ഗലീലയിൽ നിന്ന് യാത്ര തിരിച്ചത് ഈവനിങ് വാക്കിന് നടന്നപ്പോൾ ഒരു സ്നാനം കണ്ടു. കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ എടുത്തൊരു ചാട്ടം. അങ്ങനല്ലേ യേശു സ്നാനം കിട്ടത്. ഈ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി 70 മൈല് കാൽനടയായി വരികയായിരുന്നു. മന്നം യോർദാന്റെ നദിയിലേക്ക് ഇറങ്ങിച്ചു. ഗുരു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമാ. എനിക്ക് നിനക്ക് മാതൃകയായിരിക്കാൻ ഇങ്ങനെ നീതി നിവർത്തിക്കണം. എങ്ങനെ? ഞാൻ വന്നതുപോലെ വരുന്നതിനെ ഇനിയും സ്ഥാനപ്പെടുത്തണം. എന്നെ ആരും കൈകളിലെടുത്ത് അടിയാട്ടി കൊട്ടി ഉമ്മ വെച്ച് കീഴപ്പഴന്തുണി വെച്ച് പിടിച്ച് അത് ഗീലാപീലയാകുമ്പോൾ, ഗീലാപീല എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ അറിയാവുന്നതോട് ചോദിച്ചു പഠിക്കണം. അത് മാറ്റി വേറെ തുണി വെച്ച് അടിയാട്ടി മുത്തം ചെയ്ത് കൊണ്ടുവന്നതല്ല. അങ്ങനെ കൊണ്ടുവരുന്നതിനെ അനുഗ്രഹിച്ചു വിടൂ, നടന്നു വരുന്നതിനെ മുക്കി വിടണം. പ്രൈസ്
ഇങ്ങനെ നീതി നിവർത്തിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോനാച്ച, ഇത് ഒഴക്ക വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളം, മുങ്ങാൻ പര്യാപ്തമായ വെള്ളം. യോനാച്ച, ഇത് ഡ്രൈ ക്ലീനിങ് അല്ല, സ്പ്രിംഗ്ലിംഗ് അല്ല, തേച്ചുവരട്ടല്ല, മായാവിദ്യയല്ല, മുഴുകലാണ് സ്നാനം. യോനാച്ച, നീ കരയിലും ഞാൻ വെള്ളത്തിലുമല്ല, ഞാൻ വെള്ളത്തിലും കരയിലും നീ വെള്ളത്തിലുമല്ല, നീയും വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ, നീയും വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ. ഇങ്ങനെ നീതി നിവർത്തിച്ചവരും രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മനസ്സാന്തരപ്പെട്ട് ജലസ്നാനം ഏൽക്കുമ്പോൾ എല്ലാവരും ഓർക്കണം, നിന്റെ ഗുരുവിനെ നീ അനുഗമിക്കുകയാണ്. യേശു അപ്പച്ചനും യോഹന്നാൻ ഉപദേശിയും കൂടെ യോർദാനിലെ വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 30 കൊല്ലത്തേക്കൊന്ന് തിരിച്ചു വിടും, അവിടെ ഒരു കാഴ്ച കാണാം. ഇവർ രണ്ടുപേരും അമ്മമാരുടെ ഗർഭത്തിലായിരുന്ന കാലത്ത് ഈ അമ്മമാരെ ഇങ്ങനൊന്ന് മുട്ടിമുട്ടിയതാണ്. മറിയാമ്മയുടെ ഉദരത്തിൽ യേശു കുഞ്ഞു വളരുന്നു, എലിസബേത്തിന്റെ ഉദരത്തിൽ യോഹന്നാച്ചനും വളരുന്നു. ഈ ഗർഭിണികൾ, ഈ മറിയ എഴുന്നേറ്റ് എലിസബേത്തിന്റെ അടുക്കൽ പോയി. ആ സന്ദർഭത്തിൽ പിള്ള ഉള്ളത്തിൽ തുള്ളുകയായിരുന്നെങ്കിൽ അന്ന് സ്വർഗം കുറിച്ചു വെച്ചു, ഈ മറിയാമ്മയുടെ മോൻ എലിസബേത്തിന്റെ മോന്റെ അടുക്കൽ നിന്ന് പോകുമ്പോൾ അന്ന് ഉള്ളത്തിൽ തുള്ളിയ പിള്ള വെള്ളത്തിൽ സന്തോഷിച്ച് തുള്ളാൻ പോകുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഗർഭാശയത്തിലെ അല്പം നദി അതേ ജലാശയത്തിൽ അല്പമായി പൊങ്ങിയെങ്കിൽ, അതേ തുള്ളിയെങ്കിൽ ഇന്നുള്ള സന്തോഷം കൊണ്ട് പൊങ്ങുകയാ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിന് അനുസൃതമായി കൽപ്പന അനുസരിക്കുമെങ്കിൽ നിനക്ക് സന്തോഷിച്ചുകൊണ്ട് നിന്റെ വഴിക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അയ്യോ പാസ്റ്ററെ, ഞാൻ ഒന്ന് സ്നാനപ്പെട്ടതാണ്, ഇനി എങ്ങനെ സ്നാനപ്പെടുമെന്ന് വിചാരിച്ച് വിഷമിച്ചൊന്നും നീ നിൽക്കണ്ട. വ്യവസ്ഥ അനുസരിച്ച് സ്നാനപ്പെട്ടില്ലെങ്കിൽ വ്യവസ്ഥ പ്രകാരം സ്നാനമേറ്റേ തീരും. അപ്പച്ചൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാസന നിലയിൽ കിടക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഓടി തിരുവനന്തപുരം വണ്ടിക്ക് കയറിക്കോ. പലരും പറഞ്ഞു കയറി. യാത്ര പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തിരുവനന്തപുരം തരൂ ടിക്കറ്റ് ചോദിച്ചു. കണ്ടക്ടർ പറഞ്ഞു, ബോർഡ് വായിച്ചില്ലേ, ഇത് എറണാകുളത്തിന് പോകുന്ന വണ്ടിയല്ലേ? അപ്പോൾ എന്ന കൊച്ചിയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം, ഒന്ന് കയറിയതല്ലോ എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്നവനെ ഏത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? അയ്യോ കണ്ടക്ടറെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ബോർഡ് വായിച്ചില്ല, അതുകൊണ്ടൊന്ന് നിർത്തണേ, ഇനി മേലാൽ ഞാൻ വായിച്ചേ കയറത്തുള്ളൂ. തെറ്റായ വണ്ടിയിൽ യാത്ര ചെയ്താൽ ശരിയായുള്ള വണ്ടിയിലേക്ക് തിരികെ കയറണമെങ്കിൽ നീ അറിയാത്ത കാലത്ത്, വേദപുസ്തകം വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്ത് നിന്റെ മേൽ പ്രയോഗിച്ചതൊരു സ്നാനമാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഒഴികഴിവില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുവീ, എങ്കിൽ അനുതാപത്തോടെ ഏറ്റുപറച്ചിലോടെ മടങ്ങി വന്ന് ജലസ്നാനം ശരിയായി എടുക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് ബുദ്ധി പറയുക. അധിക ദൂരം ഇനി യാത്ര ചെയ്യരുത്. പോകും തോറും നീ യാഥാർത്ഥ്യം അകന്നു വരിക. എന്നാൽ ഇറങ്ങി ശരിയായുള്ള വണ്ടിയിൽ കയറിയ ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിൽക്കുന്ന ഭൂമി മാറും, ഈ കെട്ടിടം മുഴുവൻ ഇളകും, ആകാശം മാറും. ഞാൻ ഉയർത്തിപ്പിടിച്ച വേദപുസ്തകത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെട്ടു പോകയില്ലെങ്കിൽ ഈ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിന്റെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം, നേത്തരമായ അങ്കി. എങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആ ദൈവപുത്രനെ നോക്കിക്കൊണ്ട് പാടാം. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്, കണ്ടാലോ ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്, കണ്ടുവോ ഒരു ഭാവി എന്ന പ്രധാനാറ്റിങ്കൽ വരുന്നു, കണ്ടുവോ ഒരു ഭാവി എന്ന വരുന്നു. സ്വർഗീയ ശ്രീഭണ്ഡാരത്തിൽ നിന്നും വസ്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിചിത്ര വസ്ത്രങ്ങൾ ലഭിച്ച ദൈവവേദനോടുള്ള സന്ദേശമാണ് ഈ രാത്രി ആമുഖമായി വെളിപ്പാട് 3-4 വാക്യങ്ങളിൽ വായിച്ചത്. ഈ ഉടുപ്പ് സൗജന്യമായി ലഭിച്ചതാണ്. നിന്റെ പരിശ്രമങ്ങളല്ല, അത്യുന്നതന്റെ കരങ്ങൾ കൊണ്ട് നിന്നെ ഉടുപ്പിച്ചിരിക്കുന്നു. എങ്കിൽ ഈ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിപ്പാനുള്ള കടപ്പാട് നിനക്കുണ്ട്. വസ്ത്രത്തെ മലിനമാക്കാൻ 1 മിനിറ്റ് വേണ്ട, 1 സെക്കൻഡ് വേണ്ട, 1 ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് അല്പം ചള്ളയാൽ അത് അഴുക്കാകും. പക്ഷേ ഉടുപ്പിനെ മലിനമാകാതെ സൂക്ഷിക്കുന്നതാണ് നിത്യതയ്ക്ക് വേണ്ടി നിന്നെ
കണ്ടുകൊണ്ട് അപ്പച്ചനെ പോലെ ഇരിക്കുന്നല്ലോ, ആ വട്ടമുഖം വെട്ടിയെടുത്തിരിക്കുന്നു, ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാ മോനെ. നിന്റെ മോളെ, നിന്റെ മമ്മിയുടെ മുഖം പതിപ്പിച്ചു വെച്ചിരിക്കുന്നു, മമ്മിക്ക് എന്തൊരു പുഞ്ചിരിയാണ്. അത് സന്തോഷമാണെങ്കിൽ നിന്റെ മോനെ കണ്ടിട്ട് അയൽക്കാരന്റെ കൂട്ടിരിക്കുന്നു എന്നത് പറഞ്ഞു നോക്കി, ഏതെങ്കിലും അപ്പൻ സന്തോഷിക്കുമോ? അപമാനത്തിന്റെ, അരാജകത്തിന്റെ അതേ ഉത്കൃഷ്ട സ്ഥാനത്തെത്തുകയാണെങ്കിൽ കാര്യത്തിൽ ഏറ്റവും നിർബന്ധം വെളിച്ചത്തിന്റെ അപ്പച്ചനായ ദൈവം തമ്പുരാനാണ്. നിനക്ക് ആലയത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, പുറത്തു പോകുമ്പോഴും വിശുദ്ധരിൽ അതിവിശുദ്ധനായ കർത്താവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം. ആമേൻ. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാ. കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സുള്ള ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് മണവാളൻ രക്തം ചിന്തിന്നു. ഈ രാത്രി ദൈവജനം അറിഞ്ഞുകൊള്ളട്ടെ. വിദ്യാഭ്യാസത്തിന്റെ കണിക പോലും ഇല്ലെങ്കിലും ദൈവരാജ്യത്തിൽ പോകുവാൻ തടസ്സമല്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, നിരക്ഷര കുഷിയാണെങ്കിലും, ചെറ്റക്കുടിൽ പാർത്തെങ്കിലും, സമ്പത്തില്ലെങ്കിലും, ആരോഗ്യമില്ലെങ്കിലും, സൗന്ദര്യമില്ലെങ്കിലും, ശമ്പളമില്ലെങ്കിലും, സ്ഥിരജോലി ഇല്ലെങ്കിലും, പാർക്കാൻ നല്ല ഭവനമില്ലെങ്കിലും ദൈവരാജ്യത്തിൽ എത്താം. പക്ഷേ വിശുദ്ധി ഇല്ലാതെ ഒന്നും ദൈവരാജ്യത്തിൽ കാണുകയില്ല. എങ്ങനെ 16-15 വെളിപ്പാടിൽ കാണുന്നു, തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിക്കേണ്ടതിന് തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. മറ്റുള്ളവരുടെ ഉടുപ്പല്ല, നിന്റെ ഉടുപ്പിനെ നീ സൂക്ഷിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നിന്റെ ഉടുപ്പിനെ നീ സൂക്ഷിക്കണം. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാ ജീവിതത്തിൽ. സ്വയം കൺട്രോൾ, സെൽഫ് കൺട്രോൾ മാത്രമല്ല, എന്റെ കാന്ത കെട്ടിയടച്ചോരു തോട്ടം, മുദ്രയിട്ട നീരുറവ്. ദൈവസഭ വിശുദ്ധന്മാരുടെ ഒരു സമൂഹമാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തോളം വളരുന്നത് ദൈവസഭയിലല്ല, അത് വയലിലാ. ലോകമാണ് വയൽ, തോട്ടമാണ് സഭ. അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കുമുള്ള ഒരു ദൈവസഭയിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ കണ്ട കടച്ചാണികളെല്ലാം വളരുന്നത് വയലിലാണ്. വയൽ ലോകമാണ്, സഭ തോട്ടമാണെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് ഓർക്കണം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവജനങ്ങൾക്ക് ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഏത് സഭയിൽ നിന്നാലും രക്ഷിക്കപ്പെടത്തില്ലേ? ഞാൻ പറയും, ഏത് സഭയെന്നല്ല, ഏത് ജാതിയിൽ നിന്നാലും രക്ഷിക്കപ്പെടാം മക്കളെ. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലുടൻ അവിടുന്ന് രക്ഷപ്പെട്ടോളും. അതാണ് ബുദ്ധി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഹോസ്പിറ്റൽ ലേബർ റൂമാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെ അവിടെ അല്ല പ്രസവിച്ചിട്ടുള്ളത്. ചിലരെ കപ്പലിൽ പ്രസവിച്ചിട്ടുണ്ട്, ചിലരെ ട്രെയിനിൽ പ്രസവിച്ചിട്ടുണ്ട്, ചിലർ മേഘങ്ങൾക്കിടയിൽ ആകാശത്തിൽ, ആകാശത്തിലെ വിമാനത്തിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ വിമാനത്തിൽ പ്രസവിച്ചതുകൊണ്ട് കൊച്ചിനെ വിമാനത്തിലിട്ട് വളർത്താമെന്ന് ഒരമ്മയും തീരുമാനിച്ചിട്ടില്ല. ട്രെയിനിൽ ജനനം നടന്നാലും, കപ്പലിൽ ജനനം നടന്നാലും, വിമാനത്തിൽ ജനനം നടന്നാലും വളരേണ്ടത് ഭവനത്തിലാണ്. ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ. ഏത് ജാതി മതത്തിൽ നീ വെച്ച് രക്ഷിക്കപ്പെട്ടാലും ദൈവജനം ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന, വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന ദൈവജനത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരൂ, വിട്ടുപോരുക. അബ്രഹാം കൽദയരുടെ പട്ടണമായി ഊര് വിട്ടേച്ചു പോന്നു. രൂത്ത് മോവാബ് വിട്ടേച്ചു പോകുന്നു. പൗലോസ് യഹൂദ്യ സഭ വിട്ടേച്ചു പോകുന്നു. അങ്ങനെ ഉത്തമമായ കാഴ്ചപ്പാടിൽ അധമമായത് വിട്ടുപോരുമ്പോൾ സ്വർഗം നിന്നിൽ പ്രസാദിക്കുന്നു. ഇവിടെ കിടന്ന് ആരാധിച്ചാൽ മതി. പറവോന്റെ തന്ത്രം വേർപെട്ട് ആരാധിക്കൂ. ദൈവത്തിന്റെ പ്രമാണമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിന്നെ കണ്ടാലും ഒരു പരിവർത്തനമുണ്ട്. എന്ത്? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം വാക്കിലും നടപ്പിലും ക്രിയയിലും വേഷത്തിലുമുണ്ട്. നിനക്കൊരു വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം. തനിച്ചു പാർക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ മാത്രം പോരെ പാസ്റ്ററെ വിശുദ്ധി? അല്ല, പുറമേയും വിശുദ്ധിയുണ്ട്.
മാങ്ങ പഴുത്തതാണോ പഴം പഴുത്തതാണോ എന്നറിയാൻ ഓരോ ദിവസവും വെള്ളം എരിഞ്ഞ് അതിന്റെ തോലുരിഞ്ഞൊന്നും നോക്കണ്ട. പഴുക്കാൻ പഴം വെച്ചാൽ അതെ പഴുത്ത് കഴിയുമ്പോൾ മൂക്ക് പറയും പഴുത്തു, കണ്ണ് പറയും പഴുത്തു, അകം പഴുത്താൽ പുറന്തോടിൽ അറിയാം. ശരിക്ക് വീണ്ടും ചെന്ന് നടന്നാൽ നിന്റെ ആ അലങ്കാരത്തിൽ അറിയാം. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണെങ്കിൽ അന്തരംഗത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളെ, വാക്കിലും നടപ്പിലും ക്രിയയിലും നീ ഒരു മാതൃകാ ജീവിതം നയിക്കണം. ലോകത്തിന്റെ സൗന്ദര്യ സംവർത്തക സാധനങ്ങളിലല്ല, അന്തരാത്മാവിന്റെ വിശുദ്ധിയിലാണ് നമ്മുടെ ദൈവം പ്രസാദിക്കുന്നെങ്കിൽ ആ വിശുദ്ധി പുറമേയും വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇങ്ങനെ വേർപാട് വിശുദ്ധി ആചരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഉടുപ്പിനെ മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. മനസ്സിലാക്കുക, ഈ ഉടുപ്പുകൾക്ക് 2 തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. അത് പഴയ നിയമ ഭാഗം വായിക്കണം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 40 to 42. അഹരോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവെല്ലാം ഉണ്ടാക്കണം. അവൻ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവരുടെ ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അവരുടെ നഗ്നത മറയ്ക്കുവാൻ ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. പിന്നെ അത് അര തുടങ്ങി തുടവരെത്തണം. പിന്നെ അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കിടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം കൊണ്ട് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവരത് ധരിക്കണം. നോക്കൂ, പഴയ നിയമത്തിലെ പൗരോഹിത്യ വർഗം ആർക്ക് നിഴലാണ്? സുവിശേഷ വേദക്കാരായ ഉപദേശിമാർക്ക് മാത്രം നിഴലോ? അല്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. വെളിപ്പാട് 1 പറയുന്നു, അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചെങ്കിൽ വീണ്ടും ജനിച്ച ദൈവവൈതലേ, നീ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടതാണ്. 2 തരത്തിലെ വസ്ത്രമാണ് ഇവിടെ കാണുന്നത്. 1 മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം. മേലങ്കി അറിയാമോ? ചുമൽക്കണ്ടം, മാർപതക്കം, ഇങ്ങനെ നീളക്കുപ്പായം. ഇതും കൊണ്ട് ഈ പുരോഹിതൻ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ അതിനു മുമ്പായി ഒരു ഉള്ളങ്കി ധരിക്കണം. അര തൊട്ട് തുടവരെ എത്തണം. ഇവിടം മുതൽ ഇവിടം വരെ എത്തുന്ന ഒരു ഉള്ളങ്കി, അതിന്റെ മേൽ ഒരു മേലങ്കി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പുരോഹിതൻ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും കാണുന്നു മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം ധരിച്ച പുരോഹിതൻ. കാരണമെന്ത്? നടുക്കെട്ടുണ്ട്, ഏഫോദുണ്ട്, നീളക്കുപ്പായമുണ്ട്, ചുമൽക്കണ്ടുണ്ട്. ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ കണ്ണുകൊണ്ടും അറിയാം, ദാ വരുന്നു ഞങ്ങളുടെ മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ. എന്നാ കണ്ണ് കാണാൻ വയ്യാത്തവരും മനസ്സിലാകും. ചെവി കൊണ്ടൊരു ശബ്ദം കേൾക്കും. എന്താ? കിണികിണി കിങ്ങിണി കിണികിണി കിങ്ങിണി കിണികിണി കിങ്ങിണി കിണികിണി കിങ്ങിണി കിണികിണി കിങ്ങിണി. എന്തായത്? അവന്റെ കുപ്പായത്തിന്റെ അടിവശത്തെ ഏറ്റവും താഴെ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇത് കൂട്ടിയടിക്കുന്ന ശബ്ദമാണ്. കിണികിണി കിങ്ങിണി കിണികിണി കിങ്ങിണി. അപ്പോൾ പൊട്ടക്കണ്ണനും അറിയാം പുരോഹിതൻ വരുന്നു. ഇനി കണ്ണും കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യ, മൂക്ക് തുറന്നവരാണെങ്കിൽ അവനും അറിയാം. കാരണം ഇവനൊരു അഭിഷേക തൈലമുണ്ട്. അത് സുഗന്ധ ലവംഗം കൊണ്ടും സുഗന്ധവർഗം കൊണ്ടും ഇടിച്ചെടുത്തതാകയാൽ തലയിലൂടെ അങ്ങോട്ട് ഒഴിച്ച് താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിന് വിളമ്പിലേക്ക് വരുന്നത് കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്തവരും ചെവി കേൾക്കാൻ വയ്യാത്തവരും പുരോഹിതൻ വരുമ്പോൾ മനസ്സിലാക്കും. നല്ല മണം, നല്ല മണം, സുഗന്ധ ലവംഗം, സുഗന്ധവർഗം. മൂക്ക് കൊണ്ട് മണക്കാം. ശ്രദ്ധിക്കൂ, ഒരു പുരോഹിതൻ ആലയത്തിലേക്ക് വരുമ്പോൾ
കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം. ഇതാണ് മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതിൽ മുമ്പായി ഒരു വസ്ത്രം ധരിക്കണം. അര തുടങ്ങി തുടവരെ എത്തുന്ന ഒരു കാൽച്ചട്ട, ഇതിന്റെ പേരാണ് ഉള്ളങ്കി. അത് ലോകത്തിൽ ആർക്കും കാണുവാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ടേ മേലങ്കി ധരിക്കാവൂ. രാജകീയ പുരോഹിത വർഗമേ, ആലയത്തിൽ ഇരിക്കുന്ന ദൈവമൈതലേ, നിന്റെ മേലങ്കി എന്നത് പരസ്യ ജീവിതമാണെങ്കിൽ ഉള്ളങ്കി എന്നത് നീയും ദൈവവും മാത്രം അറിയുന്ന നിന്റെ രഹസ്യ ജീവിതമാണ്. ലോകത്തിൽ ഒരു കുഞ്ഞിനു പോലും കാണുവാൻ കഴിയില്ല. ആ ഉള്ളങ്കി ധരിച്ച് സെൽഫ് കൺട്രോൾ, നിന്റെ സീക്രട്ട് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, ഇന്റേണൽ ലൈഫ്, മോറൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, നിന്റെ സാൻമാർഗികതയുടെ, സദാചാരത്തിന്റെ, വ്യക്തിഗതയുടെ അസലായ വസ്ത്രം നിന്റെ ഉള്ളങ്കിയാണെന്ന് ഓർത്തുകൊള്ളണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവൻ ഉള്ളങ്കി ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാവുന്നവരാരാ? ലോകത്തിൽ ഒരു മതഗുരുവിനും അറിയില്ല, ഭാര്യയ്ക്കും മക്കൾക്കും പോലും അറിയില്ല. ദേവാലയത്തിൽ ഡ്രസ് ചെയ്യുമ്പോൾ മക്കളും ഭാര്യ എല്ലാവരും ഒരുമിച്ച് വസ്ത്രം ധരിക്കുക. ഇവൻ ഉള്ളങ്കി ഉണ്ടോ ഇല്ലയോ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ലോകത്തിൽ ആർക്കും സഹപുരോഹിതന്മാർക്ക് അറിഞ്ഞുകൂടാ, സഹശുശ്രൂഷക്ക് അറിഞ്ഞുകൂടാ, ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 3 പേർക്കറിയാം. ഒന്ന്, ഉള്ളങ്കി ഉണ്ടോ എന്ന് നിനക്ക് തന്നെ അറിയാം. നിന്റെ ജീവിതത്തിന്റെ അസലായ അവസ്ഥ മറ്റാർക്കും അറിഞ്ഞുകൂടെങ്കിലും നിനക്ക് തന്നെ അറിയാം നീ ആരായിരിക്കുന്നുവെന്ന്. 2, ഉള്ളിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞു നോക്കുന്ന അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ള നിന്റെ ദൈവത്തിന് നിന്റെ രഹസ്യ ജീവിതം അറിയാം. 3, സകലത്തെയും നോക്കി ആരോപണം ചെയ്യുന്ന പിശാചിനറിയാം. ഇന്ന് രാത്രി മനസ്സിലാക്കൂ, പരസ്യരംഗത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകൻ, YP പ്രവർത്തകൻ, യുവജന പ്രവർത്തകൻ, ദാന ശുശ്രൂഷകൻ, ഗംഭീര പ്രഭാഷകൻ, പ്രഭാഷണമുണ്ട്, അതേ മനോഹരമായ സാക്ഷ്യങ്ങളുണ്ട്, ഗാനമുണ്ട്. ഇതെല്ലാം പബ്ലിക്കിൽ ഷൈൻ ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഓർക്കണം, ഉള്ളങ്കി ശരിപ്പെടുത്തിയിട്ടേ മേലങ്കി ധരിക്കാവൂ. ആലയത്തിനുള്ളിൽ ദൈവജനത്തിന്റെ നടുവിൽ സ്റ്റേജുകളിൽ ഷൈൻ ചെയ്യും മുൻപേ അന്തരാത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവമൈതലേ, നീ ഇന്ന് രാത്രി ഓർക്കുക, ഇത് ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ, ഒരു കുഞ്ഞിനും അറിഞ്ഞുകൂടാ. പക്ഷേ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ചത്തടിഞ്ഞു വീഴുമ്പോഴാണ്, പിടിച്ചെടുക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഉള്ളങ്കിയില്ലായിരുന്നല്ലോ എന്ന്. എങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കൂ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ ഉള്ളങ്കി ശരിപ്പെടുത്തുവാൻ, രഹസ്യ ജീവിതം ശരിപ്പെടുത്തുവാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി തീരുമാനിക്കും? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആർക്കും അറിഞ്ഞുകൂടാ എങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ ചോദിക്കുന്നു, ഇതിലേതാ ആദ്യം ധരിക്കേണ്ടത്? ആമേൻ. മേലങ്കി ധരിക്കും മുമ്പേ ഉള്ളങ്കിയാണ് ധരിക്കേണ്ടത്. വിസ്തൃതമായ ഒരു ഓവർകോട്ട് അങ്ങോട്ടിട്ട്, ആ ഓവർകോട്ടിന്റെ പുറത്തോട്ടൊരു ഷർട്ട് എടുത്തങ്ങിട്ട്, ആ ഷർട്ടിന്റെ മുകളിലോട്ടൊരു ബെന്യന് വിട്ട് നടക്കുന്നവനെ ഏത് വാർഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? മനസ്സിലാക്കണം സ്നേഹിത, കോട്ടിന്റെ പുറത്തല്ല ഷർട്ട്, ഷർട്ടിന്റെ പുറത്തല്ല ആ ബെന്യൻ. ആദ്യം ഉള്ളങ്കി, പിന്നാണ് മേലങ്കി. എങ്കിൽ രഹസ്യ ജീവിതം ശരിപ്പെട്ടെങ്കിലേ പുറത്ത് ആലയത്തിൽ ഷൈൻ ചെയ്യാവൂ. ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സമർപ്പണത്തിന് രാത്രിയാകട്ടെ. പണ്ടൊരു കാലത്ത് ഇതാ ഒരു മനുഷ്യൻ സമൂഹത്തിൽ നടക്കുന്നു, ഉള്ളങ്കിയില്ലായിരുന്നു, മേലങ്കി മാത്രമേ ഉള്ളൂ. ആർക്കും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ഒരു പിടി പിടിച്ചു. അവർ ഒന്നുമില്ലാതെ ഓടി രക്ഷപ്പെട്ടെങ്കിൽ അവൻ ആരാൻ നിങ്ങൾക്ക് അറിയാമോ? ആർക്കും അറിയാമോ? അറിയാമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 51 മുതൽ 53 വരെ. Gospel of Mark chapter 14 verse 51 to 53. വേഗം വായിക്കൂ. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിൽ പുതപ്പ് ഒരൊറ്റ ഉള്ളങ്കിയുമില്ലാതെ പുതപ്പും പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുക. അവർ അവനെ പിടിച്ചു. അവനെ ഒരു പിടി. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. പുതപ്പ് വിട്ട് നഗ്നനായി ഓടി. സമൂഹത്തിന് മുൻപിൽ എത്ര മാന്യം! യേശുവിന്റെ ശിഷ്യൻ, അനുഗമിക്കുന്നവൻ. അനേകരവനെ തുപ്പുന്നു, ഇടിക്കുന്നു. ഇവൻ അതൊന്നും ചെയ്യാതെ പുറകെ പോവുകയാണ്. No turning back, no turning back. ആരും അറിഞ്ഞില്ല ഇവൻ ഉള്ളങ്കിയില്ലെന്ന്. ഇതുപോലെ അനുഗമിക്കുന്ന പലരുണ്ടെങ്കിൽ നിന്നെ പിടിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അന്ന് ഉള്ളങ്കി
ഉള്ളെങ്കിൽ ശരിയായവർ ലജ്ജിക്കാതെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കഷ്ടതയുടെ നീർച്ചാലുകളിൽ പുറംതോടിന് പുറം വസ്ത്രത്തിന് മാലിന്യം സംഭവിച്ചാലും ആ അടിവസ്ത്രത്തിന് മാലിന്യം ഏൽക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ നീ അവകാശിയാകും. അലങ്കാര വസ്ത്രമില്ലെങ്കിൽ ആലയത്തിൽ കയറ്റുകയില്ല, ഉള്ളങ്കി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ കയറുകയില്ല. മനസ്സിലാക്കിയവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. മനസ്സിലാക്കിയവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. മേലങ്കി ഇല്ലെങ്കിൽ ആലയത്തിൽ കയറ്റുകയില്ല, ഉള്ളങ്കി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ കയറ്റുകയില്ല. ഉള്ളങ്കി ശരിയാക്കി ഉടുപ്പിനെ മലിനമാകാതെ സൂക്ഷിപ്പാൻ കഴിഞ്ഞ യോസേപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാർ അവന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞെടുത്ത് രക്തത്തിൽ മുക്കി പൊട്ടക്കിണറ്റിലിട്ടു. പക്ഷേ അവന്റെ ഉള്ളങ്കിയെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ പൊത്തീഫേറിന്റെ ഭവനത്തിൽ മേലങ്കി ഊരി, പക്ഷെ ഉള്ളങ്കി മലിനപ്പെടുത്തിയില്ല. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അവൻ രാജ്യത്തിൽ ഏറ്റവും വലിയവനായി തീർന്നെങ്കിൽ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ആകയാൽ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ക്ലിയറായിരിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാത്രി തീരുമാനത്തോടെ പോകൂ. നാഥ, കറപറ്റിയ ഉള്ളം, കറപറ്റിയ ഉള്ളങ്കി അതിനെ ശുദ്ധീകരിച്ചു തരണമേ. ജയിക്കുന്ന വെള്ളയുടുപ്പ് ധരിക്കും. അത്യുന്നതൻ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉടുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വായിക്കൂ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-53 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിലൂടെ. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. മർത്യരാമർത്യതയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അടുത്തത് ജയം എവിടെ? ഇനി വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരദ്രവത്വത്തിന്റെ വസ്ത്രം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പറന്ന് മേലോട്ട് ഉയരുമ്പോൾ ഈ വസ്ത്രം കൊണ്ട്, ഇപ്പൊ ഉടുത്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് പര്യാപ്തമല്ല. 1969 ജൂലൈ 20-ാം തീയതി അമേരിക്കയിലെ ബഹിരാകാശ യാത്രക്കാർ വാനമണ്ഡലത്തിലേക്ക് പറന്ന് ചന്ദ്രഗോളത്തെ ലക്ഷ്യമാക്കി പറക്കുമ്പോൾ എടുത്ത വസ്ത്രം അമേരിക്കയിൽ ടെക്സാസ് സ്റ്റേറ്റിൽ ഹ്യൂസ്റ്റൺ നഗരത്തിൽ നാസായിൽ ഉണ്ട്. 15 ലക്ഷം അമേരിക്കൻ ഡോളറാണ് ഇതിന്റെ വിലയെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് 50 ലക്ഷം US$ വരും ഈ സ്പേസ് സൂട്ടിന്. ഇത് സ്വർഗത്തിൽ പോകാനുള്ള വസ്ത്രമല്ല, ചന്ദ്രഗോളം വരെ മാത്രമേ പോകാൻ കഴിയൂ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നിനക്ക് അവിടം വരെയല്ല പോകേണ്ടത്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി ഉന്നതങ്ങളിലേക്ക് പറന്നുയരണമെങ്കിൽ നിന്റെ സമ്പത്ത് മുഴുവനും, ഗൾഫിൽ നേടിയെടുത്ത പണം മുഴുവനും ചെലവഴിച്ചാലും ഒരു സൂട്ട് കിട്ടുകയില്ല. നീ ഭാരപ്പെടേണ്ട. ഉടുപ്പ് മലിനമാക്കാതെ സൂക്ഷിക്ക്. യാത്രയ്ക്ക് സമയമാകുമ്പോൾ വസ്ത്രം താഴോട്ട് അയച്ചു തരൂ. എന്റെ ജനമേ, ഇവിടെ കരയേറി വരുവീരെന്ന് വിളി കേൾക്കുമ്പോൾ ഫ്ലൈങ് സൂട്ട് വരികയാണ്. അതാണ് ഇമ്മോർട്ടാലിറ്റി, ഇൻകറപ്ഷൻ. അദ്രവത്വത്തിന്റെയും അമർത്യതയുടെയും വസ്ത്രം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതിങ്ങനെ നിന്നെ ആവരണം ചെയ്യും. അപ്പോൾ ഭൂമി പറയും പൊയ്ക്കോ, സ്വർഗം പറയും വന്നോ. ഒരു പുഷിങ്ങും പുള്ളിങ്ങും കൂടെ കിട്ടി വിശുദ്ധന്മാർ പറന്നുയരുന്നുവെങ്കിൽ പ്രത്യാശയുള്ളവരുടെ കരങ്ങൾ ഞാൻ കാണട്ടെ. ഇന്ന് രാത്രി ആ പോക്കിൽ ഇമ്മോർട്ടാലിറ്റി, ഇൻകറപ്ഷൻ ഈ സൂട്ടോടുകൂടി പൊങ്ങുമ്പോ ഒരു പാട്ടിന്റെ 2 ചരണങ്ങൾ പാടിക്കൊണ്ടാണ് അവർ പൊങ്ങുന്നത്. 2 ഗ്രൂപ്പായി പൊങ്ങും. ആദ്യത്തെ ഗ്രൂപ്പ് ആദ്യത്തെ സ്റ്റാൻസ പാടി പൊങ്ങുമ്പോൾ, രണ്ടാം ഗ്രൂപ്പ് രണ്ടാം സ്റ്റാൻസ പാടി പൊങ്ങും. പക്ഷെ ഒരുമിച്ചങ്ങെത്തും. ഏതാണ് ഈ ഗ്രൂപ്പ്? ഗ്രൂപ്പ് നമ്പർ 1 ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരാണ്. നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല. അവർ ഉയർത്തെഴുന്നേറ്റ് പൊങ്ങുമ്പോൾ പാടുകയാണ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഞങ്ങളുടെ പിതാക്കന്മാരെയും മാതാക്കളെയും ജ്യേഷ്ഠ സഹോദരി സഹോദരങ്ങളെ കല്ലറയിൽ ഒതുക്കി മാർബിൾ കല്ലറയ്ക്കകത്ത് നിർത്തി ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച മരണമേ, മരണമേ നീ തോറ്റു. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നത് വരെ ഞങ്ങൾ ജീവിക്കും. മരണമേ നിന്റെ ജയം എവിടെ? അപ്പോൾ അടുത്ത ഗ്രൂപ്പ് മരണം കാണാതെ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരാ. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? നിന്റെ മുള്ളുപോലും ഞങ്ങൾ കൊണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായി മഞ്ഞ് പൊങ്ങുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രത്യാശയോടുകൂടി നമ്മുടെ ദൈവത്തെ അല്പസമയം ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരും
സന്തോഷപ്പുടം ലഭിച്ചിട്ടുണ്ടോ? രക്ഷാവസ്ഥ ലഭിച്ചിട്ടുണ്ടോ? നീതിയുടെ അങ്കി ലഭിച്ചിട്ടുണ്ടോ? ഈ വിവാഹവസ്ഥ ലഭിച്ചിട്ടുണ്ടോ? അപ്പച്ചൻ ഇതാ നിന്നെ ഉടുപ്പിക്കുവാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഒരു നിമിഷം എത്ര പേര് പ്രാർത്ഥിക്കും, നാഥ ഈ വിചിത്ര വസ്ത്രം എനിക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്, അതേ എനിക്ക് ആവശ്യമാണ്. ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി കാണിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ മറ്റൊരു കാര്യം കൂടി പറയുന്നു. കർത്താവേ, പൊതുലോകം അറിയുന്ന ഒരു മേലെങ്കിലും എന്റെ പൊസിഷൻ അറിയാം, എന്റെ ഡിഗ്രി അറിയാം, എന്റെ പ്രസംഗങ്ങൾ അറിയാം, എന്റെ സംഗീതം അറിയാം, എന്റെ സാക്ഷ്യങ്ങൾ അറിയാം, ഞാൻ ആരാണെന്ന് ലോകം അറിയാം. പക്ഷേ എന്റെ ഉള്ളങ്കി കാണുന്നത് അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ. നാഥ, അതിന് പറ്റിയ കറകൾ, അതിന്റെ